സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ പിന്നെയും കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് നിങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. വളരെ പ്രാർത്ഥനയുടെയും ദൈവിക ഇടപെടലുകളുടെയും മണിക്കൂറുകളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ അടുത്ത സാമീപ്യം കൂടുതൽ എന്നെ സന്തോഷവാനാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവാനുഭവങ്ങളുടെ ഒരു വലിയ പകർച്ച ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് അടുത്തിടപഴകുന്ന എല്ലാ വ്യക്തികളെയും കൂടുതലായി ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതിന് ഞാൻ പ്രേരിപ്പിക്കുകയാണ്. ദിവസങ്ങളിൽ ഇന്നലെ സഭയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് സംസാരിച്ചു. വലിയൊരു ആത്മപകർച്ചയും ഒരുപാട് പേർ ദൈവസന്നിധിയിൽ തങ്ങളുടെ സമയങ്ങളെ യാഗത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ വലിയവനായ പരിശുദ്ധാത്മാവ് ഇളയവനായി എനിക്ക് കൃപ ചെയ്തു. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്നോടുകൂടെ നീ ഇരിക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ ഈ ദൂതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോടൊരു കാര്യം പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിലൂടെ ഈ ദിവസങ്ങളിൽ വന്നു പോകും. നിങ്ങൾക്ക് വളരെ ആകസ്മികമെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദോഷങ്ങൾ പറ്റാതെ, സങ്കടങ്ങളേശാതെ ദൈവം നിങ്ങളെ തൻ്റെ കരങ്ങളിൽ അത്ഭുതകരമായി പരിപാലിച്ചുകൊള്ളും. കർത്താവിൻ്റെ ആത്മാവ് ഒരു നിയോഗം വഴി താൻ തിരഞ്ഞെടുത്ത ചില മനുഷ്യരെ കൂടുതലായി തൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവിധം ആയിത്തീരേണ്ടതിന് തന്നോടുകൂടെ ഇരിക്കുവാനായി വിളിക്കുകയാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയല്ലേ? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളിലും വിടുതൽ കണ്ടൊരു ദൈവ പൈതലല്ലേ? ഈ വിളി നിങ്ങൾക്കുള്ളതാണ്. നീ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. എന്നോട് യേശുപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ്. അതായത് ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു മനുഷ്യനും പറഞ്ഞു തരാത്ത നിങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും സാഹചര്യങ്ങളെയും കുറിച്ചൊക്കെയുള്ള ചില വ്യക്തമായ അരുളപ്പാടുകൾ കർത്താവ് നൽകാൻ പോവുകയാണ്. അതുമാത്രവുമല്ല, ചില ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്നവരും ഉപരിപഠനത്തിനുവേണ്ടി തയ്യാറാകുന്നവരും ചില ഗവേഷണ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും നിങ്ങൾ എങ്ങോട്ടേക്ക് തിരിയണം എന്നതിനെക്കുറിച്ചുള്ള ബുദ്ധിപൂർവമായ ചില വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ അകത്ത് കർത്താവ് തരും. ബുദ്ധി ഉപദേശിച്ചിരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഇന്നത്തെ ദൂതിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്, ഞാൻ ചിലത് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ അന്വേഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ചിലത് നിനക്ക് കർത്താവ് കാണിച്ചു തരും. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്ക്. വളരെ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ കേൾക്കുക. നിൻ്റെ അന്വേഷണങ്ങളാൽ കണ്ടെത്താൻ കഴിയാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. കണ്ടെത്തലും വെളിപ്പെടുത്തലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? കണ്ടെത്തൽ നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കൊരു പക്ഷേ അതിലെത്തിപ്പെടാൻ കഴിയും. പക്ഷെ വെളിപ്പാട് അങ്ങനല്ല. അതിൻ്റെ സ്വഭാവവും രീതിയും അങ്ങനെയല്ല. വെളിപ്പാടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യായുസ് മുഴുവൻ അന്വേഷിച്ചലഞ്ഞാലും ബുദ്ധിമാന്മാരുടെ 1000 എണ്ണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അതിസമർത്ഥന്മാരായ മഹാമിടുക്കന്മാരുടെ ഒരു നിര നമ്മുടെ ആലോചന സഭയിൽ നമുക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാനുണ്ടെങ്കിലും ഒരു വെളിപ്പാട് അവർക്ക് കണ്ടെത്തി തരാൻ കഴിയില്ല. അവർക്ക് അവബോധങ്ങൾ തരാൻ കഴിയും, പല കാര്യങ്ങളെ കാണിച്ചു തരാൻ കഴിയും. എന്നാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളോട് യേശുവിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നത്, ഞാൻ നിനക്ക് വെളിപ്പാടുകൾ തരുമെന്നാണ്. കണ്ടെത്തലുകൾക്കപ്പുറത്ത് നിനക്കൊരിക്കലും ഇനിമേൽ ഡിസ്കവർ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നിൻ്റെ ഭാവി എവിടെ എത്തുമെന്നുള്ള കാര്യം, നിൻ്റെ ഈ മണിക്കൂറുകളിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആ വലിയ ചലഞ്ചുകൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യം, നിൻ്റെ തലമുറയുടെ ഭാവിക്ക് എന്ത് ഞാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് അത് വളരെ ശക്തമായി തന്നെ പറഞ്ഞു, ഞാനത് വെളിപ്പെടുത്തി തരും. ഗ്ലോറി ടു ജീസസ്. ഞാനിത് പറയുമ്പോഴും ആ ആത്മാവിൻ്റെ നിറവെൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. കാരണം
ഈ ഓവർഫ്ലോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ നിറയുമ്പോൾ എനിക്കറിയാം അത് ഒഴുകുന്ന സമയത്ത് അത് ആരിലേക്കോ പ്രവഹിക്കുകയാണ്. ഇപ്പോഴെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ നിരവധി പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടിൻ്റെ അനുഗ്രഹത്തെ ഒഴുക്കി തരികയാണ്. വചന വെളിപ്പാടുകൾ, കൃപാവരങ്ങളുടെ വെളിപ്പാടുകൾ, നിഗൂഢമായിരിക്കുന്ന പല വിഷയങ്ങളുടെയും ഉൾപ്പൊരുളുകൾ, ദൈവത്തിന് മാത്രം വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്ന കണ്ണുകളായി നിന്റെ നയനങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിക്കൊരു പ്രകാശനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത്. ഈ കാലഘട്ടത്തിലും അനേക ബർദ്ധിമായിമാരുണ്ട്. ബാഹ്യ നയനങ്ങൾ തുറന്നിരിക്കുമ്പോഴും ഹൃദയ നയനങ്ങളിൽ തിമിരാന്ധത ബാധിച്ച ഒരു സമൂഹത്തെ യേശുവിൻ്റെ സന്ദർശനം ഇന്ന് രാവിലെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ കാണത്തക്ക വിധം അവരുടെ മിഴികളെ തുറന്ന് പുതിയ ചില ജീവിത സന്തോഷങ്ങൾ പ്രാപിപ്പാനും ദൈവിക വെളിപ്പാടുകൾ തിരിച്ചറിയാനും തക്കവിധം ഹൃദയത്തെ ദൈവം തുറക്കുകയാണ്. യേശുവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, എമ്മൗസിൽ നിന്ന് യെരുശലേമിൽ നിന്ന് എമ്മൗസ് റോഡിലേക്ക് പോകുന്ന വഴിയിൽ യേശു ബുദ്ധിയെ നിരോധിച്ചതായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. താനാണ് അവരുടെ കൂടെ നടക്കുന്നതെന്ന് അവർ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവർ ബുദ്ധിയെ കർത്താവ് നിരോധിച്ചിരുന്നു. അവരുടെ ഒപ്പം നടന്ന ഏറ്റവും ഒടുവിലാണ് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറക്കുന്നത്. അപ്പോഴാണ് യേശുവാണെന്ന് അവർ അറിയുന്നത്. ദൈവം നമ്മുടെ ബുദ്ധിയെ അടയ്ക്കാനും തുറക്കാനും പ്രാപ്തനാണ്. നിരന്തരമായ പരീക്ഷകളിൽ തോറ്റുകൊണ്ടിരിക്കുന്ന, പഠനത്തിൽ വൈകല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന, വിജയിക്കത്തില്ലെന്ന് എല്ലാവരാലും എഴുതി തള്ളപ്പെട്ട ചിലരുടെ തലവരയെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അഭിഷേകത്താൽ തിരുത്തുകയാണ്. നിന്റെ ബുദ്ധിയെ തുറക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അടുത്ത അറ്റംപ്റ്റിൽ നിന്റെ മേൽ ആ ജയം വെളിപ്പെടും. ഗ്ലോറി ടു ജീസസ്. കുറേ നാളുകൾക്ക് മുമ്പ് തിരുവല്ലായിൽ ഞങ്ങളുടെ ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി. ഒരു 9 വയസ്സ് മുതൽ യൂറിൻ കൺട്രോളിംഗ് ഇല്ലാത്ത ഒരു പെൺകുഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാനായി വന്നു. മാതാപിതാക്കളുണ്ട്. എനിക്ക് വളരെ സ്നേഹമുള്ളൊരു കുടുംബമാണ്. ആ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അന്ന് അവിടെ എത്തിയ ആ കുഞ്ഞ് ആ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർ വീതം പ്രാർത്ഥിക്കുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തികൾ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ അരികിലൂടെ ജനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിലൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഈ 2 സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത്, അതായത് ഈ പെൺകുട്ടിയും അല്പം പ്രായമുള്ള ഒരു സിസ്റ്ററും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ അരികിൽ ചെന്നപ്പോൾ എനിക്ക് നമ്മളൊരു വളരെ വളരെ വോൾട്ടേജ് ഉള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മൂളലുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യുവാൻ തുടങ്ങി. ഞാൻ അവരെ ഒന്ന് തൊട്ടു. തലയെ തൊട്ടപ്പോൾ എൻ്റെ കയ്യിലേക്ക് എനിക്ക് വൈദ്യുതാഘാതമേറ്റു. അന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പലരും അവരെ സ്പർശിക്കുന്ന മാത്രയിൽ അതിശക്തമായ വൈദ്യുതാഘാതം അവരുടെ മേൽ ഏൽക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന ഒരു മൈക്ക് ഓപ്പറേറ്റർ ആയിരിക്കുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഈ കാര്യം കണ്ടിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് തന്റെ ടെസ്റ്റർ കൊണ്ടുവന്ന് ഇവരുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ അത് കത്തി. ഞാൻ നുണ പറയുകയല്ല, നടന്ന കാര്യമാണ്. ഇന്നും ഇവർ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ആ പൈതലിൻ്റെ ശരീരത്തിലെ ആ രോഗത്തെ ദൈവം സൗഖ്യമാക്കി. അതുമാത്രമല്ല, അന്ന് അവളുടെ ബുദ്ധിയെ ദൈവം അങ്ങ് തുറന്നു. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്ന പെൺകുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ IELTS പോലെയുള്ളതായി എക്സാം പാസ്സാകുന്ന നിലയിൽ ദൈവം അവളെ സമർത്ഥയായൊരു വിദ്യാർത്ഥിനിയും അതിസമർത്ഥയായൊരു ബുദ്ധിവൈഭവത്തിൻ്റെ ഉടമയുമാക്കി മാറ്റി. നിങ്ങളോട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ബുദ്ധിയെ ദൈവം തുറക്കും, നിന്റെ വഴിയെ ദൈവം തുറക്കും. എവിടേക്കോ എഴുതി പരാജയപ്പെട്ടു പോയ ചിലരുടെ ജീവിത വാതിലുകളെ കർത്താവ് തുറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പാടിൻ്റെ ഒരു അനുഗ്രഹം ചിലരിലേക്ക് പകരുകയാണ്. ശ്രദ്ധിച്ചു കേട്ടെ, വിശുദ്ധ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആത്മാവ് നിങ്ങളെ വിവേകമുള്ളവരാക്കും, ദൈവത്തെ അറിയേണ്ടതിന് ദൈവത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന വിവേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം ലഭിക്കുന്ന വെളിപ്പാട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി കർത്താവ് ദാനം ചെയ്യുകയാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള കുറുക്കുവഴികളൊന്നുമില്ല. ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു സീക്രട്ടുകളുമില്ല. ഇതിന് ഏക കാര്യം ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നത് മാത്രമാണ്. കർത്താവെ വെളിപ്പെടുത്തണമേ, ദൈവമേ വെളിപ്പെടുത്തണമേ, ദൈവമേ തുറന്നു തരണമേ, ദൈവമേ നയനങ്ങളെ തുറക്കണമേ, ദൈവമേ ഹൃദയത്തെ തുറക്കണമേ, കർത്താവേ എൻ്റെ കാതുകളെ തുറക്കണമേ, ദൈവമേ
ദൈവമേ ആത്മമണ്ഡലം തുറക്കണമേ, കർത്താവേ എൻ്റെ അഭിഷേകത്തെ തുറക്കണമേ, ദൈവമേ എൻ്റെ നന്മകളെ തുറക്കണമേ, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാടുകളെ തരണമേ. ഈ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഏക രഹസ്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിന്റെ മുമ്പിൽ ഒരു അപ്പോകാലിപ്സിസ് ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. മറനീക്കി കാണിക്കുന്നത് പോലെ യോഹന്നാനോട് കയറി വരിക, എവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ ഭാവിപരമായ ജീവിത മണ്ഡലങ്ങളുടെ മേൽ ചിലത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ചില മനുഷ്യർ അവരെത്ര പരിശ്രമിച്ചാലും അവരുടെ ജീവിതത്തിന്റെ ദൗർബല്യത്തിന്റെയും തകർച്ചയുടെയും കാരണം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ഗണ്യമാം വിധം നമ്മളോടത് പറയും. നിന്റെ ജീവിതത്തിൽ ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു ഇൻസിഡന്റിനാലാണ് ഈ കാര്യം നടന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ സഭയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപാട് പേര് ഇന്നലെ കാണാൻ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2005 ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ ഒരു സാമ്പത്തികവും ശുശ്രൂഷാപരവുമായ ഒരു വാതിൽ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് കൃത്യമായി പറഞ്ഞു, അതേ ദൈവദാസനെ, എൻ്റെ ജീവിതത്തിൽ ഇത്ര വർഷങ്ങൾക്ക് പുറകിൽ അടഞ്ഞുപോയതാണ്, ഇന്ന് നാഴിക വരെ അത് തുറക്കപ്പെട്ടിട്ടില്ല, അതിനകത്ത് എങ്ങനെ അതിനെ റീഓപ്പൺ ചെയ്യണമെന്നുള്ള സീക്രട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നൽകി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിന്റെ ലൈഫിൽ ചിലത് അടഞ്ഞുപോയത് എവിടെയാണ്, അതിന്റെ കാരണമെന്ന് നിനക്കറിയില്ല. നീ അന്വേഷിച്ചാൽ അത് ആർക്കും നിന്നോട് പറയാൻ പറ്റത്തില്ല. ലോകത്ത് ഒരു സിദ്ധനും അത് പറഞ്ഞു തരാൻ കഴിയുകയില്ല. ഒരു കാഴ്ചയും അതിനു മുമ്പിൽ വെളിപ്പെടുകയില്ല. വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന, ഭാവിപരമായ പദ്ധതികൾ അറിയുന്ന, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നീന്തുന്ന മത്സ്യത്തിന്റെ വായിലിരിക്കുന്ന നാണയം കാണുന്ന, അതിന്റെ മൂല്യം എത്രയെന്നറിയുന്ന, നടന്നു പോകുന്ന വഴിയിൽ എതിർപ്പെട്ട് വരുന്ന പുരുഷനാരെന്നറിയുന്ന, അവനെ തോളിരിക്കുന്ന വെള്ളം കുടം തുളുമ്പുന്നതിന്റെ അടയാളം തന്റെ ശിഷ്യനോട് പറയാൻ കഴിയുന്ന, നിങ്ങൾ ചെല്ലുമ്പോൾ എതിർഗ്രാമത്തിൽ കെട്ടപ്പെട്ടൊരു കഴുതയെ നിങ്ങൾ കാണുമെന്നുള്ളത് കൃത്യമായി തന്റെ ശിഷ്യന്മാരോട് പറയാൻ കഴിയുന്ന ഈ കർത്താവായ യേശുവിന് മാത്രമേ രഹസ്യങ്ങളുടെ മേൽ ആധിപത്യമുള്ളൂ. അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവ് നിങ്ങളെ വിവേകമുള്ളവരാക്കും. നിങ്ങൾ ദൈവത്തെ അറിയേണ്ടതിന് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ. എനിക്ക് അറിയേണ്ടത് ഈ ദിവസങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ള വലിയ ഗഹന രഹസ്യങ്ങളാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ കലവറ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തുറക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ യേശു ആദ്യം ചെല്ലുമ്പോൾ വിരുന്നുവാഴിയുമായി ബന്ധപ്പെട്ട അണിയറയിലാണ് ഇടപെട്ടത്. എൻ്റെ കർത്താവ് ഒരു കലവറക്കാരനായി തീരുന്ന രംഗം നമ്മൾ കാണുന്നു. ദൈവ രഹസ്യങ്ങളുടെ കലവറയ്ക്കകത്ത് ആധിപത്യമുള്ള കർത്താവായ യേശു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന സമയത്ത് കർത്താവ് ഇത് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടു കൈവച്ച് എഫഥ, അത് തുറന്നു വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് മേൽ ആ വാതിൽ ഓപ്പൺ ആകട്ടെ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്താൽ ജയം. ആത്മാവ് നിങ്ങളെ വിവേകമുള്ളവരാക്കും. പരിജ്ഞാനമില്ല എന്ന്, ബുദ്ധിയില്ല എന്ന്, പ്രാഗൽഭ്യമില്ല എന്ന്, അറിവില്ലെന്ന്, ലാംഗ്വേജ് ഇല്ലെന്ന്, സംസാരിക്കാൻ അറിയത്തില്ലെന്ന്, ഏതെല്ലാം ആക്ഷേപങ്ങൾ വിജ്ഞാനരാഹിത്യത്തിന്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെയും വൈജ്ഞാനിക ലോകങ്ങളെ അമ്പരിപ്പിക്കുന്ന വിധത്തിൽ ദൈവം നിന്നെ ഒരു അതിശയ വിഷയമാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷന്മാരെ കരങ്ങളിലെടുത്ത് ആയുധമാക്കുന്ന പരിശുദ്ധ റൂഹ നിന്റെ ബുദ്ധിയെ ഇന്ന് രാവിലെ തൊടാൻ പോവുകയാണ്. ബിലയാമിന്റെ കഴുതയുടെ വാ തുറന്നതിനെ സംസാരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ വായിലും ഏത് ഭാഷയും ദൈവം തരും. നിനക്ക് പഠിക്കേണ്ടത് ജർമ്മനാണോ, നിനക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണോ, നിനക്ക് പഠിക്കേണ്ടത് ജാപ്പനീസ് ഭാഷയാണോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഭാഷാപരമായ ഒരു കൃപ ഇന്ന് തുറക്കുകയാണ്. പലരും ഇന്ന് രാവിലെ ഈ ശുശ്രൂഷ കേൾക്കുമ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. എന്നാൽ ഭയം അവരെ അലട്ടുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ആ ഭീരുത്വത്തെ ഞാൻ വെട്ടിക്കളയുകയാണ്. നിനക്കകത്ത് ഒരു തികഞ്ഞ പരിജ്ഞാനം, ഭാഷാ നൈപുണ്യത ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ മേലുള്ള പരിമിതികളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. ആത്മാവ് നിങ്ങളെ വിവേകമുള്ളവരാക്കും. നിങ്ങൾ ദൈവത്തെ അറിയേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ദൈവത്തെ വെളിപ്പെടുത്തും. കർത്താവെ, ഞാൻ ഈ അറിഞ്ഞതൊന്നും പോരാ, ഞാൻ അനുഭവിച്ച ആത്മനിറവൊന്നും പോരാ, ഞാൻ ഇറങ്ങിയ ദൈവകൃപ പോരാ, എനിക്ക് കൂടുതലായി നിന്നിലേക്കായി തീരണം, എനിക്ക് കൂടുതലായി കർത്താവിൽ വളരണം. ഈ ദാഹമുള്ള കർത്താവിൻ്റെ പൈതലേ, നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പരിഗണിക്കുകയാണ്, നിനക്കൊരു നിറവ് തരാൻ ആഗ്രഹിക്കുകയാണ്.
അല്പനേരം എന്നോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് അല്പനേരം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ജീസസ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്നെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമാറാകട്ടെ. ഞാൻ ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വെളിപ്പാടിനെ തുറക്കുകയാണ്. കണ്ടെത്തലുകളല്ല, വെളിപ്പാടുകളുടെ ഒരു സമയം സമാഗതമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മാത്രം സംഭവിക്കുന്ന ഒരു പുതിയ ജീവിതം. ഹോ ജീസസ്, ഞങ്ങളുടെ ലൈഫിനകത്ത് കർത്താവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്ന ആത്മനയനങ്ങൾ ഞാൻ ഇവരുടെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് ഇവരുടെ മേൽ ഓപ്പണായി വരട്ടെ. കർത്താവെ, ഞാനിപ്പോൾ ഇവരുടെ ശരീരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബന്ധനങ്ങളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ശരീരത്തെ തടസ്സം ചെയ്തിരിക്കുന്ന, ഇവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന കൈവശം പോലെയുള്ള പലവിധ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഇവരുടെ ദേഹത്തുള്ളതായ പലവിധമായ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തിൽ സർജറിയാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ ഹീലാകട്ടെ. അതിൻ്റെ മേലൊരു മിറക്കിൾ നടക്കട്ടെ. ഇവരുടെ ശരീരത്തിൽ നിന്നും ചില മെറ്റലുകൾ ഇട്ടിരിക്കുന്നതിനാൽ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ അവയവങ്ങളിൽ നിന്നും അതൊരു സർജറി കൂടാതെ, അതൊക്കെയും ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഇവരുടെ ശരീരത്തിൽ നിന്നും അത് പുറത്തേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയൊരു ജീവിതത്തിനായി ഇന്ന് ഞാൻ ഇവരെ അഭിഷേകം ചെയ്യുന്നു. ആ ഹീലിംഗ് ഇപ്പോൾ ഉണ്ടാകട്ടെ. ആ മിറക്കിൾ ഇപ്പോൾ നടക്കട്ടെ. ഇവരുടെ ശരീരത്തിൽ നിന്നും കർത്താവെ, ആ സ്റ്റീലുകൾ ഇട്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. അതിപ്പോൾ തന്നെ സർജറി കൂടാതെ ഇവരുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ വരട്ടെ. കർത്താവ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ഇന്നത്തെ ചില സാക്ഷ്യങ്ങൾ ഇതിനെ സാധൂകരിക്കുന്ന നിലയിൽ അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യാൻ പോകുന്നല്ലോ. ചില ശരീരങ്ങളുടെ മേൽ ഇതുപോലെയുള്ള ചില വൻ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് സ്ഥാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശരീരത്തിൽ നിന്ന് മുറിച്ചു കളഞ്ഞ അവയവങ്ങൾ അത് പുനഃസ്ഥാപിക്കുവാൻ ദൈവം മതിയായവനാകയാൽ ഇവരുടെ ശരീരത്തിൽ ഒരു പുതിയ ജീവന്റെ പ്രവാഹം ഉണ്ടാകട്ടെ. കർത്താവെ, യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് ഒരു തലമുറയ്ക്ക് ഇനി വകയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ മുറിച്ചു കളഞ്ഞ അവയവങ്ങളെ കിളിർപ്പിക്കാൻ തക്കവിധം മതിയായവനായ ദൈവത്തിന്റെ മഹാശക്തി, സൃഷ്ടിപരമായ ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ ഇവരുടെ ശരീരങ്ങളുടെ മേൽ നടക്കട്ടെ. അത്ഭുതത്തിന്റെ ശക്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ ദൈവിക ചരിത്രം ഇവരുടെ മേൽ ആരംഭിക്കട്ടെ. കർത്താവായ യേശുവേ, പലതിലും പരാജയപ്പെട്ട് എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം ഉൾവലിഞ്ഞ് പിൻവലിഞ്ഞ് പരാജയത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് മാറിയിരിക്കുന്ന ഇവരെ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ വിജയത്തിനായി ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. ബിലെയാമിന്റെ കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചെങ്കിൽ ഇന്ന് ഇവർ പഠിക്കുന്ന ഏത് ഭാഷയും ഇവരുടെ നാവിൽ അനസ്യൂതം വിളങ്ങത്തക്ക വിധം ഇവരുടെ നാവിന്റെ മേൽ ദൈവത്തിന്റെ സ്പർശനത്തിന്റെ അഭിഷേകം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. എനിക്ക് സംസാരിപ്പാൻ അറിയില്ല, ഞാൻ വിക്കനാകുന്നെന്ന് പറഞ്ഞ മോശയുടെ നാവോട് കൂടെ ഇരിക്കുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവ്, എനിക്ക് സംസാരിപ്പാൻ അറിയില്ല, ഞാൻ ബാലനാകുന്നു എന്ന് പറയവേ തന്റെ വിരലിൽ നീട്ടി അവന്റെ അധരത്തെ തൊട്ട് ജെറമിയായ ഒരു വലിയ പ്രവാചകനാക്കിയ ദൈവം തന്നെ ഇപ്പോൾ തന്നെ ഇവരുടെ അധരത്തെയും ബുദ്ധിയെയും തുറന്ന് ഇവരുടെ ഒരു വെളിപ്പാടിനെ പകർന്ന് ഇവർക്ക് ജ്ഞാനവും പരിജ്ഞാനവും നൽകി ഇവർക്ക് വിജയം പ്രാപിപ്പാനുള്ളത് കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ആ കൃപ വ്യാപരിക്കട്ടെ. പരാജയത്തിന്റെ ഭീതി, ആ ചിന്തകൾ ഇവരെ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ അവിടുന്ന് പകർന്നിരിക്കുന്ന പുതിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ഒരാഴ്ച മുഴുവൻ വിജയകരമായി തീരും. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വലിയൊരു അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിരിക്കുകയാണ്. വലിയൊരു ദൈവകൃപ നിങ്ങളുടെ മേൽ നിറഞ്ഞിരിക്കുകയാണ്. ധൈര്യമായി മുന്നോട്ട് പോവുക. കർത്താവ് നിന്നെ സഹായിപ്പാൻ നിന്റെ കൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നീ ദൈവസന്നിധിയിൽ ഇരിക്കണം. വെളിപ്പാടുകളെ കർത്താവ് തുറക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഞായറാഴ്ച കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുകയാണ്. രാവിലെ 9:30 മുതൽ 11:30 വരെ നടക്കുന്ന ഈ വിശുദ്ധ കൂട്ടായ്മ ഒരുപാട് പേരുടെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതം മാറും കേട്ടോ. കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ സമർപ്പിതനാണ്. കടന്നു വരിക, നമ്മുടെ സഭയോട് ചേരുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവചന ദൂത് കണ്ടിട്ട് പോകരുത്. ഇത് ആയിരങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിന്റെ കയ്യിൽ കിട്ടിയ അപ്പപ്പൊതിയാണിത്. ഇത് 5000 കഴിക്കണം. അങ്ങനാണെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂട്ടാനല്ല.
എത്തിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും കർത്താവിൻ്റെ സുവിശേഷമാകയാൽ അതിന് നിന്റെ അവസരങ്ങളെ നീ വേണ്ടും വിധം വിനിയോഗിക്കണം. ദൈവം നിന്നെ കാണുന്നു, നിന്റെ പ്രവൃത്തികളെ അവിടുന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളിത് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രയോജനപ്പെടുന്നത്. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം നമുക്ക് പിന്നെയും ഒത്തുചേരാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.